മെയ് 12 തിങ്കളാഴ്ചയാണ് വൈശാഖ പൂർണിമ. വൈശാഖ മാസത്തിലെ പൗർണമിയാണെന്ന്. കാരണം ഈ വൈശാഖം എന്ന് പേര് വന്നിരിക്കുന്നത് തന്നെ പൗർണമി വിശാഖ ദിവസത്തിൽ വരുന്നു, വിശാഖ നക്ഷത്രത്തിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം മകം നക്ഷത്രത്തിൽ വരുന്ന മാസത്തെ നമ്മൾ മാഘം എന്നാണ് പറയുന്നത്. അപ്പം ഈ വിശാഖവും പൗർണമിയും ഒക്കെ വരുന്ന ഈ ദിവസം വളരെ ശ്രേയസ്കരമാണ് എന്ത് കാര്യത്തിനാണേലും. അപ്പം നമ്മൾ ഇതെങ്ങനെ ആചരിക്കണം? ആഘോഷമൊന്നും നമുക്കിതിന് കാര്യമായിട്ടില്ല അല്ലേ. നമുക്ക് സുബ്രഹ്മണ്യൻ്റെ ദിവസമാണെന്ന്, അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകാം, സുബ്രഹ്മണ്യ കീർത്തനങ്ങളൊക്കെ ചൊല്ലാം. അതേപോലെ തന്നെ ഈ പൗർണമി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചന്ദ്രമായ ഇല്ലേ, ചന്ദ്രനെ നമുക്ക് കാണാം. പിന്നെ ഈ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പൗർണമിയുടെ ഒന്നുണ്ടല്ലോ, ഈ ചന്ദ്രനെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്താൽ വളരെ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, മുഖത്ത് നല്ല കുങ്കുമപ്പൂവൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മുഖം നല്ല കളറാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രനെ നോക്കി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മുഖം പോലെ തന്നെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന്. അതുപോലെ അങ്ങനെ എൻ്റെ മുഖവും അങ്ങനെ തന്നെ വരണേ, അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പൗർണമികളിലും അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ മുഖമൊക്കെ നല്ല സുന്ദരമാകും, നല്ല ഇതൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് കാരണം ഈ പൗർണമിയുടെ അന്ന് രാത്രിയിലുണ്ടല്ലോ വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദ്രകിരണങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിലും നമ്മളുടെ ദേഹത്തുമൊക്കെ ഏൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ശരീരത്തിന് സൗന്ദര്യം അത്രയും വർദ്ധിച്ചില്ലെങ്കിലും നമ്മളുടെ ശരീരത്തിനും ഒക്കെ വളരെ നല്ലതാണ് ചന്ദ്രരശ്മി നമ്മുടെ ദേഹത്ത് തട്ടുന്നത്. കാരണം ഇറയത്തൊക്കെയാണ് രാത്രി കിടക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ചന്ദ്രരശ്മിയൊക്കെ അവരുടെ ദേഹത്തൊക്കെ പലപ്പോഴും തട്ടും. ഇപ്പോൾ അതൊന്നുമില്ല, പക്ഷേ നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെ ചന്ദ്രനെ ദർശിക്കുക. ചന്ദ്രന് എല്ലാവിധ ആരോഗ്യങ്ങളും നമുക്ക് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ വൈശാഖ പൂർണിമയിൽ നമുക്ക് എല്ലാവിധത്തിലും നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കാം. അതല്ലേ നമുക്ക് പറ്റുള്ളൂ. ഭഗവാനെ എനിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ഒന്നും തരാതിരിക്കില്ല. പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾക്ക് തരേണ്ടതൊക്കെ എപ്പോഴും തരും നമ്മുടെ ഭഗവാൻ. അന്ന് ബുദ്ധപൂർണിമയും കൂടെയാണ്. ശ്രീബുദ്ധനെയും കൂടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.